സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മ പെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ഞാൻ വരുമീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു. എന്നിമയറിയാതെ എന്നിഴലായി എന്നും നീ കൂടെ. എന്നാത്മാവിൽ ചേർന്നലിയും കാറ്റിൻ ശ്വാസം. എന്നുയിരിൽ ലയമേകിടും പ്രേമത്തിൻ ലാസ്യം. നാം തമ്മിൽ അറിയും നിമിഷം മാത്രം. ഞാൻ വരുമീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു. എന്നിമയറിയാതെ എന്നിവരായി എന്നും നീ കൂടെ. സണ്ണീടാ, നീ ഓക്കെ അല്ലേ? നീ എന്താ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? അച്ഛൻ പോലും അറിയാതെ ഞാൻ ഇങ്ങോട്ട് വന്നേ. അച്ഛൻ ഓഫീസിൽ ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അവിടെ ഇറക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടിപ്പടച്ച് വന്നേ. ഇനി ഞങ്ങളിൽ നിന്ന് കാല് മാറാൻ വല്ല നിനക്ക് വല്ല ഉദ്ദേശമുണ്ടോ? അല്ല, നീ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. എൻ്റെ പൊന്നു ത്രിലോകെ, എൻ്റെ സിറ്റുവേഷൻ ഇതായതുകൊണ്ടാണ് ഞാൻ കാല് മാറിയത്. അല്ലാതെ ഉണ്ട ചോറിന് നന്ദിയോട് കാണിക്കുന്നവനൊന്നും അല്ല ഞാൻ. അവിടെ പറഞ്ഞ എനിക്ക് നിങ്ങൾ പറഞ്ഞേക്കാൾ കൂടുതൽ പണം കിട്ടുമായിരിക്കും. പക്ഷെ എനിക്ക് ചോദിച്ചു വാങ്ങാനുള്ളൊരു മടിയും എല്ലാം കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് മാറിയത്. അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അത് നിനക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കാല് മാറാനൊന്നുമല്ല, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാനാണ് നിന്നെ വിളിച്ചേ. എന്താടാ, എന്തു പറ്റി? പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യം? അങ്ങനെ വല്ലതാണെങ്കിൽ നീ ധൈര്യമായിട്ട് പറഞ്ഞോ. ഞാൻ ഇപ്പം തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് തരാം. എനിക്കറിയാം നിൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ടൊക്കെ. ഞാൻ ആ ഒരു ഫ്ലോയ്ക്ക് പറഞ്ഞതാ. അനിയത്തിയുടെ പഠിപ്പിന് വല്ല പൈസ, ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് അങ്ങനെ വല്ല വേണോ? എൻ്റെ പൊന്നെ ത്രിലോകെ, അതൊന്നും എനിക്ക് സീനേ അല്ല. നിൻ്റെ അച്ഛൻ തന്ന പൈസയൊക്കെ തന്നെ ധാരാളമായിരുന്നു. അതുകൊണ്ട് അക്കാര്യങ്ങളൊക്കെ പക്കയാണ്. എടാ, അവിടെ നിന്ന് തന്നെ അവൻ തല്ലിയത് പോട്ടെ. നിനക്ക് നന്നായിട്ട് അറിയാം വികാസ് ആരാന്ന്. അവന് നന്നായിട്ട് ബോക്സിങ് അറിയാൻ നിനക്കറിയാലോ. എനിക്ക് ഉറപ്പാണ് എനിക്കെതിരെ ഇറങ്ങാൻ പോകുന്നത് വികാസ് തന്നെ ആയിരിക്കും ബോക്സിങ്ങിൽ. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ണും പൂട്ടി പറയാ ത്രിലോകെ, പൂർണിമ ബിൽഡേഴ്സ് തോക്കും. നിങ്ങൾക്ക് ഈ പ്രോജക്റ്റ് കിട്ടത്തില്ല. അത് പറയാനായിട്ട് എൻ്റെ കയ്യിൽ തക്കതായ കാരണമുണ്ട്. അവൻ ഇതുവരെ റിങ്ങിൽ കയറി കളിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ അല്ലാതെ ഞങ്ങൾ അവരുടെ വീട്ടിൽ തന്നെ ജിമ്മിൽ ബോക്സിംഗ് റിങ്ങിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അല്ലാതെയൊക്കെ ചെറിയ ചെറിയ മത്സരങ്ങളൊക്കെ വയ്ക്കാറുണ്ട്, ഈ മന്ത്ലിയൊക്കെ. അതിലൊക്കെ അവൻ എന്നെ തല്ലി തോപ്പിച്ചിട്ടേ ഉള്ളൂ. നിൻ്റെ അച്ഛൻ അവിടെ ഇരുന്ന് വില്ല് വിളിക്കുന്നുണ്ടായിരുന്നല്ലോ, ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് ബോക്സറാണ് ഞാനെന്ന്. അത് ശരിയാ, അത് പുറമക്കാരുടെ മുമ്പിൽ. അകമേ ഞാൻ ഇതുവരെ അടിച്ച് തോപ്പിച്ചിട്ടുള്ളവർ ഒരുപാട് പേരുണ്ടായിരിക്കാം. ഞാൻ ആരുടെയും മുമ്പ് തോറ്റിട്ടുണ്ടെങ്കിൽ അത് ഈ കാശിൻ്റെ മുമ്പെയാണ്.
അതുകൊണ്ട് ഈ പ്രോജക്റ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല. നീ അത് വിഷ്ണു സാറിനോട് പറ. ഏതായാലും ഞാൻ കാര്യം മറത്തില്ല. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അവൻ്റെ മുമ്പിൽ ഞാൻ എന്നത്തെയും പോലെ ചെതിർത്ത് നിൽക്കുക തന്നെ ചെയ്യും. ജയിക്കുവാണെങ്കിൽ ജയിക്കും. അതിനധികം ഹോപ്പൊന്നും വെക്കണ്ട. ഇത് നീ തന്നെ സാറിനോട് പറ. ഇല്ലെങ്കിൽ വൈകിട്ട് ഞാൻ വന്ന് പറയാം വീട്ടിൽ. വീട്ടിലാ? അത് വേണ്ട സണി. അമ്മേ, യവനെങ്ങാണ് ഇത് വീട്ടിൽ വന്ന് പറഞ്ഞാൽ ഈ കണ്ട പുകിലൊന്നും ആയിരിക്കത്തില്ല. യവനെ അച്ഛൻ ജീവനോടെ വെച്ചേക്കത്തില്ല. സണി, നീ പറഞ്ഞല്ലോ നിന്റെ ബെസ്റ്റ് നീ നോക്കാന്ന്. അത് മതി. അച്ഛൻ തൽക്കാലം ഇതറിയണ്ട. അച്ഛൻ്റെ കുറച്ച് അഹങ്കാരം അങ്ങ് നിൽക്കട്ടെ. തോക്കുവാണെങ്കിൽ ജയിക്കുവാണെങ്കിലും തോക്കുവാണെങ്കിലും ലാഭം നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് അതോർത്ത് നീ പേടിക്കണ്ട. ഒരു കാര്യം ചെയ്യും, നീ ധൈര്യമായിട്ടിരിക്കും. ഏതായാലും ഈ ഒരു കാര്യത്തിൻ്റെ ദേഷ്യം മുഴുവൻ നിൻ്റെ മേലെ തീർക്കും, അത് വേറെ കാര്യം. പക്ഷേ നീ തോക്കൂന്ന് ഓർത്തിട്ട് അച്ഛനോട് ഇത് പറയാനോ അങ്ങനെയൊന്നും പോണ്ട. ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ അച്ഛൻ്റെ അഹങ്കാരവും ഈ റിവഞ്ചും അങ്ങ് നിൽക്കുവാണെങ്കിൽ നിൽക്കട്ടെ. എന്നാൽ ശരി, ഞാൻ ഇറങ്ങുമോ? ഇനി ലേറ്റ് കഴിഞ്ഞാൽ അച്ഛന് ഡൗട്ടാവും. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. വിളിച്ചുകൊണ്ട് ഇനി വീട്ടിൽ കൊണ്ടാക്കണം. വേറെന്തോ പണിയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞേ. വീട്ടിൽ ചെന്നാൽ ഇനി അറിയാവും. ആടാ, ശരി. ഇതൊക്കെയാണോ ദൈവം ഇനി വരാൻ പോകുന്നത്? എൻ്റെ പൊന്നപ്പ, അപ്പൻ അവൻ്റെ കാര്യം സോറി അയാളെ കാര്യം പറയാനാണ് എന്നെ ഇവിടെ ഡിന്നർ കഴിഞ്ഞപ്പോൾ തൊട്ട് പിടിച്ചിരുത്തിയിരിക്കുന്നതെങ്കിൽ വേണ്ട, ഞാൻ കേൾക്കാൻ പോകുന്നില്ല. അയാൾ കാണിക്കുന്ന എല്ലാം കണ്ടില്ല എന്ന് നടിച്ചിട്ടേ ഉള്ളൂ ഇന്നേ വരെ, ഈ നിമിഷം വരെ. പക്ഷെ ഇപ്പം അയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന തന്തയിൽ ഞാനൊന്നും പറയാത്തത് എൻ്റെ അമ്മച്ചി ഓർത്തിട്ട. അത് എപ്പോഴും ഉണ്ടാവത്തില്ല. അതിൻ്റെ ലിമിറ്റൊക്കെ കഴിഞ്ഞു. ഇനി അതില്ല. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. പിന്നെ അയാളായിട്ട് കൊണ്ടുവച്ച വെല്ലുവിളിയായത്. അയാൾ അഹങ്കാരം തീർത്തു കൊടുക്കേണ്ടതെന്നുള്ളത് അയാൾ വിളിച്ച വെല്ലുവിളി സ്വീകരിച്ച ആളെന്നുള്ള നിലയ്ക്ക് എൻ്റെ കർത്തവ്യമാണ്. അത് ഞാൻ ചെയ്തു കൊടുക്കും, ഉറപ്പാണ്. പിന്നെ അയാൾ പറഞ്ഞ ആ ബെറ്റ്, അതും നടന്നിരിക്കും. കാരണം എൻ്റെ പേര് ഇകാഷ് റായ്ചന്ദ് ചൗധരി എന്നാണ്, അല്ലാതെ വിഷ്ണുദാസ് എന്നല്ല. അതെൻ്റെ അപ്പം മറക്കണ്ട കേട്ടോ. അപ്പം ഇക്കാര്യം പറയാൻ ഇനി എന്നെ ഇവിടെ പിടിച്ചിരുത്തണ്ട കേട്ടല്ലോ. പിന്നെ ഋഷീന് ഇക്കാര്യവും പറഞ്ഞ് എൻ്റെ റൂമിലോട്ട് അങ്ങനെ പറഞ്ഞ് വിടണം. ബാക്കി അപ്പോൾ അവൻ വരത്തില്ല എന്ന് എനിക്കറിയാം. അപ്പനങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് മറ്റേ സെൻറ്റിമെൻ്റൽ ഡ്രാമ കാണിച്ച് പറഞ്ഞു വിടാമെന്ന് വിചാരിക്കണ്ട. അവന് കിട്ടും തല്ല്, അപ്പന് ധാരാളം കൂടെ. എൻ്റെ കുഞ്ഞായനി, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, പറയട്ടെ. നീ തുടങ്ങുന്നതിന് മുമ്പേ നീ തന്നെ ഇങ്ങനെ എല്ലാം പറയാതെ. മോനെ, ഇക്കാശം നിനക്ക് നന്നായിട്ട് അറിയാവുന്നത് അവൻ്റെ സ്വഭാവം. അവന് നിന്റെ അത്ര പോലും പക്വതയില്ല വിഷ്ണു. അവൻ്റെ എടുത്തുചാട്ടാണ് ഇതൊക്കെ. ഞാൻ പൂർണിമയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൾ പറഞ്ഞു മനസ്സിലാക്കാന്നാ പറഞ്ഞേക്കുന്നത്. നീ ഒന്ന് സമാധാനപ്പെട്. അവൻ പറഞ്ഞതൊക്കെ അങ്ങ് വിട്ടു കളഞ്ഞേരെ, അതങ്ങ് മറന്നു കളഞ്ഞേരെ. അത് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, ഇന്ന് അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചു. അല്ലാതെ നീ അവനൊത്ത് തുള്ളാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനെ നേരം കാണത്തുള്ളൂ ജീവിതകാലം മുഴുവൻ. എൻ്റെ പൊന്നപ്പ, അയാളുമായിട്ടല്ലേ തുള്ളുന്നേ. അയാളുമായിട്ട് ഇന്ന് തുള്ളുന്ന തുള്ളലിന് ജയിച്ചാ അതെനിക്ക് അഭിമാനം തന്നെയാണ്. എന്തൊക്കെ എൻ്റെ മുഖത്ത് നോക്കി അയാൾ വിളിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതെന്നും ഞാൻ മറന്നിട്ടില്ല. എല്ലാം അപ്പൻ്റെ ഒറ്റ വാക്കുകൊണ്ട് അമ്മച്ചി ഓർത്തിട്ടാണ് ഞാൻ മറന്നിട്ടുള്ളത്. ഇനിയും അത് വേണമല്ലേ? നടക്കത്തില്ലപ്പാ. ശൈത്താൻ്റെ സന്തതി, പിശാചി. ഞാൻ ഉണ്ടായപ്പോൾ എൻ്റെ അമ്മച്ചി മരിച്ചത് എൻ്റെ കുറ്റം കൊണ്ടല്ലല്ലോ. എന്താ ഞാൻ പുറത്തിറങ്ങി വന്നിട്ട് അമ്മച്ചിയെ കഴുത്തറുത്ത് കൊന്നോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ അപ്പനും അമ്മച്ചി എന്തിനാ എനിക്ക് ജന്മം തന്നേ? അത് പറ. പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും നിങ്ങളായിട്ട് അറിഞ്ഞെടുത്ത റിസ്ക്കാ. അതൊക്കെ ഈ പറയുന്ന വിഷ്ണുദാസ് എന്ന് പറയുന്ന മറ്റവനും അറിയായിരുന്നല്ലോ. എന്നിട്ടും അമ്മച്ചി പോയപ്പോൾ ഉണ്ടായി വീടാൻ എനിക്ക് കുറ്റം, കെട്ടിക്കൊണ്ടുവന്ന അപ്പന് കുറ്റം. എന്തൊക്കെയാ അപ്പം? ഞാനേ 10-20 കൊല്ലമായിട്ട് ഇത് സഹിക്കുമോ? ഇനി പറ്റത്തില്ലപ്പാ. ഇപ്പം എനിക്കും വാശിയാ.
അയാളെക്കാൾ 10 ഇരട്ടി വാശി എനിക്ക്. അയാൾ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. പിന്നെ നേരത്തെ ഋഷി അപ്പനും ചോദിച്ചായിരുന്നല്ലോ ആരാ നമ്മളെ കമ്പനി റെപ്രസെൻ്റ് ചെയ്ത് ഇറങ്ങാൻ പോകുന്നതെന്ന്. എൻ്റെ അറിവിൽ സണ്ണി അടിച്ച് തോപ്പിക്കാൻ പറ്റുന്ന ഞാൻ മാത്രം തന്നെയാണ്. അതുകൊണ്ട് പുറത്തുനിന്ന് ആരുമല്ല, ഞാൻ തന്നെ ഇറങ്ങാൻ പോകുന്നത്, ഞാൻ തന്നെ അടിക്കാനും പോകുന്നത്. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ജയിക്കാൻ വേണ്ടി ഞാൻ എന്ത് തെണ്ടിത്തരവും കാണിക്കും. അത് ഞാൻ ഇപ്പോഴേ പറയാം. ശരി എന്നാ. ഇക്കാശം മോനേടാ, എന്റെ പൊന്ന് ഋഷി, നിനക്കെങ്കിലും എത്തി പറഞ്ഞ് മനസ്സിലാക്കി കൂടെ മോനെ. വന്ന് അവനെ തന്നെ കൺട്രോൾ ചെയ്യാൻ അറിയാൻ പറ്റാത്ത രീതിയിൽ അയക്കുക. വിഷ്ണു ഇത് വല്ല അറിയോ? ഇനി എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നത്? എന്റെ പൊന്നപ്പ, നിങ്ങളൊന്ന് സമാധാനപ്പെടും. അപ്പൊ വിചാരിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവത്തില്ല. നാളത്തെ ഡേറ്റ് അപ്പൻ ഓർമ്മ ഉണ്ടോ? ചൈതു നാളെ ഇവിടെ എത്തും. അപ്പം വിചാരിച്ച അവ മുഖേന വല്ലതും നടക്കും. അത് ഞാൻ അപ്പനോട് പറഞ്ഞു തരണ്ടല്ലോ. അതുകൊണ്ട് അപ്പം നാളെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. നാളെ 11 മണിക്ക് കോമ്പറ്റീഷൻ വരുന്നത്. അവൻ രാവിലെ തന്നെ എത്തും. രാത്രിത്തെ ബസ്സിന് കയറുമെന്നല്ലേ പറഞ്ഞത്. അന്നേരം വെളുപ്പിന് ഇങ്ങെത്തും. അതുകൊണ്ട് അപ്പം വിചാരിച്ച എന്തെങ്കിലുമൊക്കെ നടക്കും. ആ ബെറ്റി പറഞ്ഞിരിക്കുന്ന കാര്യമെങ്കിലും നമുക്ക് ഒഴിവാക്കാം. ബോക്സിങ് എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ ഇത് അവ വിചാരിച്ച് ഒഴിവാക്കി തരാൻ പറ്റും. അത് ഞാൻ മറന്നിരിക്കുമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു സന്തതി ഉള്ളത് നാളെ എഴുന്നള്ളുമല്ലോ. ബസ് സ്റ്റാൻഡിലോട്ട് ഒറ്റ മനുഷ്യരെ പിക്ക് ചെയ്യാൻ ചെല്ലരുതെന്നും ഇവിടെയുള്ള ഏതോ കൂട്ടുകാരൻ ഗേറ്റിന്റെ പുറത്ത് കൊണ്ടാക്കാന്ന് പറഞ്ഞെന്നും നിന്നെ പറഞ്ഞു വിടാന്ന് പറഞ്ഞപ്പോൾ ഒറ്റെണ്ണായ അയൽപക്കത്ത് എത്തിപ്പോരുതെന്നോ പറഞ്ഞേക്കുന്നേ. എന്തൊക്കെ ഡിമാൻഡ് സഹിച്ചാലാ പൊന്നു ദൈവമേ എന്റെ മോനെ ഒന്ന് കാണാൻ പറ്റുക. ഓ, വിളിക്കാൻ ചെല്ലണ്ടെന്ന് പറഞ്ഞതിന് അതിശയൊന്നുമില്ലപ്പാ. അതെപ്പോഴും പറയുന്നതല്ലേ. ഇതുവരെ അവൻ ആ ദേഷ്യം മാറിയിട്ടില്ല. അപ്പൊ പോയി കിടക്കാൻ നോക്ക്. ചെല്ലും. ഞാനെന്നാ ഫലം കഴിച്ച് ഡോറും പൂട്ടി ഞാനും കിടക്കാം. രാവിലെ അവൻ വരുന്നല്ലേ. അതുകൊണ്ട് എന്തായാലും ബാക്ക് ഡോറ് പൂട്ടേണ്ട ആവശ്യം വരത്തില്ല. ഇനി പൂട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനൂടെ ചെവിയേക്കാൻ പറ്റത്തില്ലല്ലോ. ശരിയപ്പാ. ആ ശരി മോനെ, ഗുഡ് നൈറ്റ്. നാളെ ആ ചെറുക്കനെ എങ്ങനെയെങ്കിലും പാതപ്പിച്ച് കുപ്പിയിലാക്കണം. ആ ചെറുക്കനെ കൊണ്ട് മാത്രമേ യവനെ കുപ്പിയിലാക്കാൻ പറ്റത്തുള്ളൂ. നേരെ ഒന്ന് വെളുത്തോട്ടെ. ആ ത്രിലോകെ കഴിച്ചോടാ. ഇവിടെ എന്താടാ ഭയങ്കര സൈലൻസ്? എന്തു പറ്റാരു? എടാ തൃശ്ശൂർ അമ്മ വിളിച്ചായിരുന്നോ? ഇന്നാണെങ്കിൽ എനിക്ക് ഒട്ടും സമയവും കിട്ടിയില്ല. പൂർണിമ വല്ലതും കഴിക്കാണെങ്കിൽ എടുക്കണേ. ഇവിടെ തൽക്കാലം ഇപ്പൊ ഒന്നും ഇരിപ്പില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ സ്വന്തമായിട്ട് കൈയും കാലൊക്കെ ഉണ്ടല്ലോ അല്ലേ, എടുത്ത് തിന്നാനായിട്ട്. ഇപ്പൊ എടുത്ത് തിന്നും. അല്ലടാ മോനെ ത്രിലോകെ, അമ്മ അറിയാൻ മേലാത്തോണ്ട് ചോദിക്ക. ഇപ്പൊ വൈകുണ്ഠത്തെ കുടുംബക്കാർക്കൊക്കെ അത്രയ്ക്ക് ദാരിദ്ര്യമാണോ സ്വന്തം മക്കളെ ഈ മറ്റേ പാഞ്ചാലി വസ്ത്രാഭിഷേകത്തില് പാഞ്ചാലിയെ ബെറ്റ് വെക്കത്തില്ലേ, അതുപോലെയൊക്കെ ബെറ്റ് വെച്ച് പണം ഉണ്ടാക്കാനും ബിസിനസ് പിടിക്കാനൊക്കെ നോക്കുന്നെന്ന് അറിഞ്ഞായിരുന്നു. അതുകൊണ്ട് ചോദിച്ചതാ. എന്റെ അമ്മ, നിലവില് ദാരിദ്ര്യമൊന്നുമില്ല. പിന്നെ ഈ ചിലരുടെയൊക്കെ വാശിപ്പുറത്ത് അങ്ങനെ ചില പല കാര്യങ്ങളും നടക്കാറുണ്ട് സമൂഹത്തിൽ. അമ്മ കേട്ടിട്ടൊക്കെ കാണുമല്ലോ അല്ലേ? പിന്നെ കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ കണ്ടോണ്ടിരിക്കില്ലേ ഓരോരുത്തരുടെ പൊറാട്ട് നാടകം. ദേ ഒന്നവിടെ നിന്നേ. എങ്ങോട്ടാ തള്ളി പോകുന്ന ഇത്ര ഇവിടെ കിടന്ന് പറയുന്ന കേട്ടിട്ട്? നിങ്ങളുടെ ഉദ്ദേശം എന്താ? ഞാൻ അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്ക. നിങ്ങൾ എന്തെന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇവിടെ നിന്ന് വിട്ടത്? എന്റെ പൊന്നു പൂർണി, ഞാനല്ല, ആ ചെറുക്കനാ വെറുതെ ഇരുന്ന എന്നെ. പിന്നെ എനിക്കങ്ങനെ അവന്റെ മുമ്പ് തോറ്റു കൊടുക്കാൻ പറ്റത്തില്ല. നിന്റെ അടുത്ത് അതിനിടയ്ക്ക് 1-20 വിളിച്ച് ഓതി തന്നല്ലേ നിന്റെ കൂച്ചുകാരൻ. വിഷ്ണുവേട്ടാ, എന്റെ വായിന്നൊന്നും കേൾക്കരുത്. അതെ, റോയി വിളിച്ചിട്ടേ എന്നോട് അത്ര ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചൊന്നും പറഞ്ഞില്ല. നിങ്ങളുടെ മോൻ തന്നെ ബാക്കിയെല്ലാം പറഞ്ഞത്. അതങ്ങനെ ചെറുക്കനെ നിർത്തേണ്ടടുത്ത് നിർത്തത്തില്ലല്ലോ. അവനായിട്ട് തട്ടിക്കളിക്കൂല്ലേ അവന്റെ ഇഷ്ടത്തിന് വിടാതെ. അവൻ പറയുന്നെങ്കിൽ നിങ്ങൾക്ക് കേട്ടൂടെ?
ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്റെ പിള്ളേരാകണം അവന്റെ വീട്ടിലോട്ട് ജോലിക്ക് പോകേണ്ടി വന്ന നിങ്ങളെയും കൊല്ലും, ഞാനും ചാവും. എന്റെ റോയിയുടെ വീടായതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട്. നിങ്ങൾ തോക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായി 100%. കാരണം എന്താണെന്നറിയോ, ഇത്രയും വെല്ലം വിളിച്ച് പ്രകസനം കാണിച്ചിട്ട് വന്നേക്കല്ലേ. അണയാൻ പോകുന്ന തീയാണല്ലോ ആളി കത്തുന്നത്. അതുകൊണ്ട് എന്തായാലും തോക്കും, അതുറപ്പാണ്. വാ, വല്ലതും തരാം. എന്റെ പൊന്നു വിഷ്ണു അച്ഛാ, അച്ഛന് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അച്ഛൻ വിചാരിക്കും പോലെ അല്ല. ഈ കാശ് വല്ലതിനും തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമായിട്ടായിരിക്കും അവൻ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നത്. അറിയാന്നുള്ളതുകൊണ്ട് പറയുക. ഇത്രയും നാളെ അങ്ങനെ വല്ലതും ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അമ്മ ഓർത്തിട്ടായിരിക്കും. ഇനി അവൻ തിരിച്ചിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാ അവൻ്റെ ക്ഷമ തന്നെ പോയി നിൽക്കുമായിരിക്കും. അച്ഛന് വല്ല എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇതിപ്പോ പണി ഇരന്ന് വാങ്ങിച്ചു വെച്ചേക്കും പോലെയാ. ഓ, നീ ഉണ്ടരുത്. നിന്റെ തന്തയും നിന്റെ അനിയനുണ്ടല്ലോ, അതിന് രണ്ടിനും കൂടെ എനിക്ക് സ്വൈര്യമില്ല. നിന്നെ ഞാൻ ഇവിടെ കയറ്റി എന്തിനാന്നൊക്കെ നിനക്ക് ഓർമ്മ ഉണ്ടല്ലോ. അവരോടുള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ടാ. ആ ഒരു കാര്യത്തിൽ മാത്രമേ ഞാൻ ഇന്നേ വരെ ജയിച്ചിട്ടുള്ളൂ. അതിനുശേഷം നീ ആ വീടിന്റെ പടി ചവിട്ടാത്തത് എന്നിട്ടാന്ന് ഓർമ്മയുണ്ടല്ലോ. എനിക്കിഷ്ടമല്ല. എന്നിട്ട് ഒന്നീ എൻ്റെ മോൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വക്കാനത്ത് പറയാൻ നിൽക്കുവാണെങ്കിലേ നിനക്ക് അവിടെ പോയിരുന്നു പറയാം. കേട്ടല്ലോ? എന്ത് കേട്ടല്ലോ എന്ന്? അവ കാര്യമില്ല അച്ഛൻ പറഞ്ഞത്. അച്ഛനായിട്ട് വരുത്തി വെച്ച പ്രശ്നം തന്നെയല്ലേ ഇത്. ഇനി ഇതിലെങ്ങാനും തോറ്റു കഴിഞ്ഞോ അച്ഛൻ വിളിച്ച അതേ ബെറ്റ് തന്നെ അവൻ തിരിച്ച് വിളിച്ചേക്കുന്നത്. എന്താ, ഞങ്ങൾ മക്കൾ അവിടെ പോയി കിടന്നോ അടുക്കള പണി ചെയ്യണോ? എന്തായാലും ഞാൻ പോകത്തില്ല. അതിന് ഞാൻ ചാവണം. പിന്നെ അച്ഛനായിട്ട് വരുത്തി വെച്ചത് അച്ഛനായിട്ട് എന്നെ സോൾവ് ചെയ്യാൻ നോക്ക്, അല്ലാതെ ഞങ്ങളെ പറഞ്ഞു വിടാൻ നോക്കണ്ട. ഓ ഓ ഓ അങ്ങനെ. മോനെ ത്രിലോകേ, നിന്നെക്കാൾ 10-26 ഓണോ മുമ്പേ ഉണ്ടവനാ ഞാൻ. നിന്നെ ഉണ്ടാക്കിയത് ഞാനാ, അത് നീ മറക്കരുത്. നിന്നെ എന്തായാലും ഞാൻ അങ്ങോട്ട് വിടത്തില്ല. നീ മാത്രമല്ലല്ലോ എനിക്ക് മോനായിട്ടുള്ളത്, ഒരുത്തം കൂടെ ഇല്ലേ. അങ്ങനെ ഞാൻ തോക്കേണ്ട ഒരു അവസ്ഥ വന്ന അവനെ ഞാൻ പറഞ്ഞു വിട്ടാളോ, കേട്ടോ? നിന്നെ ഞാൻ അവിടെ പറഞ്ഞു വിട്ടിട്ട് വേണം നിനക്കിനി അവിടെ പോയി നിന്നിട്ട് ഇവൻ അവിടെ കയറി ഇറങ്ങാൻ അവൻ്റെ ബന്ധുക്കാരെടുത്ത് അല്ലേ നിന്നെ കാണാനുള്ള പറ്റും പറഞ്ഞു. നടക്കത്തില്ല. അതിന് ഈ വിഷ്ണുദാസ് ചാവണം, കേട്ടോ? കാണിച്ചു തരാം ഞാൻ എല്ലാത്തിനും. ഇനി എങ്ങാനും ഞാൻ തോറ്റാ എനിക്ക് വേറൊരു മോനും കൂടെ ഉണ്ട്, അത് നീയൊന്നും മറക്കണ്ട. പിന്നെ നീ നിന്റെ ജീവിതത്തിൽ നിന്റെ വീട് കാണുമെന്ന് നീ വിചാരിക്കണ്ട, കേട്ടില്ല? മാറങ്ങോട്ട്. ഇതിപ്പോ എല്ലാം ആശാന്റെ നെഞ്ചത്തോണ്ടാണല്ലോ. ഒന്നും അറിയാതെ ഇവിടെ നിൽക്കുന്നതിന് ആ ചെറുക്കനെ കൊണ്ട് അവിടെ കൊണ്ട് ഇടാൻ പോവായിരിക്കും. എൻ്റെ അനിയനായോണ്ട് പറയല്ല എൻ്റെ പൊന്നു ത്രിലോകെ, ഞാൻ ഓപ്പൺ ആയിട്ട് പറയാമല്ലോ. ഈ ദേഷ്യത്തിന് അവൻ്റെ കയ്യിൽ അങ്ങനെ തൃശ്ശൂലിനെ കിട്ടണം. ആന ചവിട്ടിയിരച്ച എലിയിലവസ്ഥയാവും. പറഞ്ഞില്ല എന്ന് വേണ്ട. അതിപ്പോ നീ ആയാലും അങ്ങനെ തന്നെയാ. ഏതു മോനാ ചെല്ലുന്നേ അയാളുടെ കാര്യം കട്ടപ്പുക. എന്തായാലും നിന്നെ വിടത്തില്ലാന്ന് ഉറപ്പായി. ഇതിപ്പോ ആരെങ്കിലും ഒക്കെ കാണിക്കുന്നതിനും കൂട്ടുന്നതിനൊക്കെ വീട്ടിൽ എനിക്കും അവനും സമാധാനം ഇല്ലാത്തത്. എൻ്റെ അനിയനെ എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ താമസിക്കാതെ കണ്ടറിഞ്ഞോളും, അത്ര ഞാൻ പറയുന്നുള്ളൂ. കിടക്കുന്നുണ്ടെങ്കിൽ വാ. ഇതിപ്പോ ഇവിടെ ആന ചവിട്ടിയരച്ച എലിയുടെ അവസ്ഥ എനിക്കാ. പോണവരും വരുന്നവരൊക്കെ എന്നെ മണ്ടക്കിട്ട് കൊട്ടിയിട്ടാ പോകുന്നത്. ഇവനിപ്പോ എന്തിനാണോ എന്നോട് ദേഷ്യപ്പെട്ടത് ദൈവം തമ്പുരാൻ അറിയാം. ആ കൊച്ചെറുക്കനെ ഇനി അങ്ങോട്ട് പറഞ്ഞു വിടാനായിരിക്കും അച്ഛൻ്റെ പ്ലാൻ. എന്നാ എനിക്ക് അച്ഛൻ ഇത് എന്തിന്റെ കേടാണാവോ? മിണ്ടാതിരുന്ന ചെറുക്കനെ പോയി കുത്തി ഇളക്കിയിട്ട് ഇപ്പൊ സ്വയം നിന്ന് ന്യായീകരിക്കുന്നു. അവനാണ് പോകുന്നെങ്കിൽ അമ്മയുടെ തനി സ്വരൂപച്ചൻ കാണും. പിന്നെ അത് എൻ്റെ അല്ലേ അനിയൻ പോയത് തന്നെ കാണാം. ഇതെന്താ, ഞാൻ ജോഗിങ്ങിന് പോയിട്ട് വന്നിട്ട് ഇവിടെ ആരെയും കാണാനില്ലല്ലോ. ഗുഡ് മോർണിംഗ് അപ്പാ. അപ്പാ, അപ്പ ഇതെവിടെ പോയി? അപ്പം ഇന്നത്തെ കോഫി ഞാൻ തന്നെ ഇടണം. തൽക്കാലം ആശാൻ കോഫിന്ന് ഇടണ്ട. ഞാൻ കുറച്ച് തുണി വാരി കെട്ടി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അങ്ങോ ബാംഗ്ലൂരിൽ നിന്ന്. അത് സമയം കിട്ടുമ്പോൾ ഒന്ന് കഴുകിയിട്ട് തന്നാൽ കൊള്ളായിരുന്നു.
ചൈതു, നീ 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 വരുന്ന കാര്യം ഇന്നലെ അപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ എന്തെന്നെ വിളിക്കാത്തെ? ഞാൻ രാവിലെ വന്നേനല്ലോ. ഓ വാ വാ വാ. സീരിയസ്ലി ചെയ്തു, നീ എന്താ വിളിക്കാത്തെ? അറ്റ്ലീസ്റ്റ് ആൾ വരണ്ട. ഓക്കെ, അത് എന്തൊരു കോപ്പിലെ റീസണാന്നൊക്കെ എനിക്കും അറിയാം. എന്നാൽ ഞാൻ ഡ്രൈവറങ്ങളെ പറഞ്ഞു വിട്ടേനല്ല അപ്പനറിയാതെ. നീ പിന്നെ എങ്ങനെ വന്നേ? എടാ, ഞാനവിടെ വന്നിറങ്ങിയപ്പോഴേ എനിക്ക് ഓട്ടോ കിട്ടി. ഈ വെളുപ്പാൻ കാലത്തൊക്കെ അവിടെ ഓട്ടോക്കാരന്മാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫ്രണ്ട്സിനെ ആരെയും വിളിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. പിന്നെ അപ്പയോട് ചെറിയൊരു നുണ പറഞ്ഞു, ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് വരുന്നതെന്ന്. എനിക്കിവിടെ ഫ്രണ്ട്സൊന്നും ഇല്ലെന്ന് നിനക്കും എനിക്ക് മാത്രമല്ലേ അറിയാവൂ, വേറെ ആർക്കും അറിയത്തില്ലല്ലോ. പിന്നെ ആ റീസൺ അതങ്ങ് കളഞ്ഞേര്. അതറിവില്ലാത്ത പ്രായത്തിൽ തോന്നിയ ഓരോ കോപ്രായങ്ങളും അതൊക്കെ ഞാൻ പണ്ടേ വിട്ടതാണ്. പിന്നെ അതിന് ശേഷം ഫേസ് ചെയ്യാനൊരു മടി ഋഷിയെ, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് എന്തായാലും ഞാൻ വരുമെന്ന് പറയുമ്പോൾ അപ്പം എന്തായാലും ഋഷിയെ പറഞ്ഞു വിടും. നിന്നെ പറഞ്ഞു വിടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും, നീ തിരക്കായതുകൊണ്ട്. അതൊക്കെ കൊണ്ടാണ് പിന്നെ ഞാൻ പറഞ്ഞത് ഞാൻ ഫ്രണ്ടിൻ്റെ കൂടെ വരുന്നതെന്ന്. അതുപോട്ടെ, ഇന്നേതാണ്ട് ഗുസ്തി കോമ്പറ്റീഷനൊക്കെ ഉണ്ടെന്ന് അപ്പോൾ പറഞ്ഞു കേട്ടല്ലോ. എന്താണ് മോനെ? റീസണൊന്നും പറഞ്ഞില്ല. ആരുമായിട്ടോ തല്ലുണ്ടാക്കാൻ പോകാമെന്ന് പറഞ്ഞു. തല്ലുണ്ടാക്കാൻ പോകാമെന്ന് അറിഞ്ഞപ്പോഴേ എനിക്ക് തോന്നി നിൻ്റെ ക്ഷമയുടെ നെല്ലിപ്പല ഇളവി വീണ് കാണും, അത് വിഷ്ണുദാസ് ആയിരിക്കുമെന്ന്. ഓ, അപ്പൻ്റെ വക എന്നെ പിന്തിരിപ്പിക്കാനുള്ള എല്ലാ മുൻഗണന നിനക്ക് കിട്ടിക്കാണുമല്ലോ അല്ലേ? അതുമായിട്ട് പൊന്നു മോനെ ഇറങ്ങണ്ട. ക്ഷമിക്കുന്നതിനൊക്കെ അതിരുണ്ട്. എൻ്റെ അതിരങ്ങ് ക്ലോസ് ചെയ്ത് ഞാൻ ഇപ്പോൾ വച്ചേക്കുക. ഇനി അതില്ല, അയാൾക്ക് ഇട്ട് രണ്ട് കൊടുക്കണം. അത് വിട്, അയാളെ കാര്യം പറഞ്ഞാലേ ഇന്നത്തെ ദിവസം പോവും. അല്ലേലേ അയാളിന്ന് കച്ചയും തട്ടി നമ്മുടെ സണ്ണീനെ വിലക്കെടുത്ത് വെച്ചേക്കുക. അവനെ ഞാൻ ഇന്ന് കൊടുക്കുന്നുണ്ട്, അവനെയും കൊണ്ട് വരും, കാണിച്ചു കൊടുക്കാം. അത് പോട്ടെ. അല്ല, നിൻ്റെ സ്റ്റഡീസൊക്കെ എങ്ങനെയുണ്ട്? നീ മനഃപൂർവ്വമല്ലേ ചെയ്തു ഇങ്ങോട്ട് വരാത്തെ? ഋഷിയുടെ കാര്യം പോട്ടെ, ഞാനും ഒപ്പം എന്താടാ ചെയ്തേ? നിനക്ക് ഞങ്ങളെ കാണണമെന്ന് പോലും തോന്നത്തില്ലേ? വീഡിയോ കോളിൽ കൂടെ കാണുമ്പോഴാണോ ഞാൻ ഇരിക്കുന്നത്? തോന്നും, പക്ഷേ പഴയത് ചിലതൊക്കെ ആലോചിക്കുമ്പോൾ എവിടേക്കോ പിടിച്ച് കിട്ടും, അത്രേ ഉള്ളൂ. വീഡിയോ കോളിൽ കൂടെ കാണുമ്പോഴേന്നും അല്ല. നിന്നെ കണ്ട ഇപ്പം എൻ്റെ ചേട്ടനാന്നൊക്കെ പറയും. പക്ഷെ നീ എൻ്റെ അനിയൻ തന്നെയാണ്. ആ ബോധം നിനക്കുണ്ടായാൽ കൊള്ളാം. അശു, വാ നമുക്ക് റൂമിൽ പോവാം. അപ്പൻ എന്നോട് ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ പറയാനുള്ളതാ. വാ. അല്ല, ഞാൻ ജോഗിങ്ങിന് പോകുന്ന സമയത്തിന് അപ്പം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഋഷിയും ഉണ്ടായിരുന്നു. നീ വന്നിട്ടുമില്ലായിരുന്നു. അല്ല, നിന്നെ ഞാൻ കണ്ടില്ലായിരുന്നു. അവരിപ്പോൾ എവിടെ പോയി? അതപ്പേ ഞാൻ ഹെൽത്ത് പരമായ 2-3 ഉപദേശം കൊടുത്തായിരുന്നു. ഇങ്ങനെ വെറുതെ ഇരുന്ന ഒരസുഖം വരുമെന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ടൊന്ന് തീ കൊളുത്തി വിട്ടായിരുന്നു. അപ്പയ്ക്ക് കൊളുത്തിയതല്ല, ഇവിടെ വെറുതെ കൈയും കെട്ടി നോക്കി ഒരുത്തൻ നിൽക്കുന്നുണ്ടപ്പോൾ എനിക്കങ്ങ് ദഹിച്ചില്ല. അന്നേരം ഞാൻ അപ്പയ്ക്ക് കൊടുത്ത തീ അവിടെയും കൊളുത്തായിരുന്നു. അതുകൊണ്ട് അപ്പയുടെ കൂടെ കൂട്ടിന് പോയേക്കുക നടക്കാനായിട്ട്, 2 പേരും കൂടി. നീ പോയ വേറെ വഴിയായിരിക്കും, അവർ വേറെ ഏതോ വഴി കൂടെ പോയി. നീ ഏതായാലും വാ, അവർ കുറച്ച് കഴിയും വരാം. അവരിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അതേതായാലും നന്നായി. ഞാൻ പറഞ്ഞു മടുത്ത കാര്യമാണ് ജസ്റ്റ് ഒന്ന് നടക്കാനൊക്കെ പോകുന്നത് 2 പേരോടും. 2 പേരും കേൾക്കത്തില്ല. ഏതായാലും നീ വന്നപ്പോൾ നടന്നല്ലോ, എനിക്കത് മതി. നീ ഏതായാലും വാ. അപ്പം എന്താ പറഞ്ഞതെന്നൊക്കെ എനിക്കറിഞ്ഞേ പറ്റത്തുള്ളൂ. വാ വാ വാ, ഉപദേശിക്കണ്ടേ നിനക്ക്? വാ വാ വാ. അശു, ശരിക്കും എന്താടാ പ്രോബ്ലം? നീ തന്നെ പറ. നിൻ്റെ പ്രോബ്ലം എനിക്കറിയാം. ഇപ്പോഴത്തെ പ്രോബ്ലം അപ്പം കുറച്ചൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷെ നിൻ്റെ പ്ലാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നിൻ്റെ പ്ലാൻ എന്താണെന്ന് അറിഞ്ഞിട്ട് അപ്പം പറഞ്ഞത് നിന്നോട് പറയണോ വേണ്ടേ ഞാൻ തീരുമാനിക്കാം. നീ പറ, നീ എന്ത് പ്ലാൻ ചെയ്തിട്ടാണ് ഈ ബോച്ചിങ്ങിന് ഇറങ്ങിയതും അങ്ങേര് വിളിച്ചേക്കുന്ന ബെറ്റിന് തിരിച്ച് ബെറ്റ് വിളിക്കാൻ പോയതൊക്കെ? ചൈതു, നീ പറഞ്ഞ ബോച്ചിങ് ഇന്ന് 11 മണിക്ക്. ഈ ബോച്ചിങ്ങിനെങ്ങനെ ഞാൻ തോറ്റു കഴിഞ്ഞാൽ എൻ്റെ അഭിമാനം, ഇത്രയും കാലം ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഇമേജ് എല്ലാം പോവും. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നീയും ആരും ജനിച്ചിട്ട് എന്നെങ്കിലും പിശാചി ജന്മമൊന്നും നശിച്ചതാന്നും നാശം പിടിച്ചതാന്നും അമ്മയെ കൊന്നിട്ട് വന്നവനാന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ ഞാൻ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ അയാളുടെ വായന. അന്നൊന്നും ഞാൻ പ്രതികരിച്ചിട്ടില്ല, മിണ്ടാനിന്ന ദിവസങ്ങളുണ്ട്. പിന്നെ പതുക്കെ
എനിക്ക് തന്നെ അത് കേൾക്കുമ്പോൾ ഭ്രാന്ത് കയറാൻ തുടങ്ങി, മറുപടികൾ പറയാൻ തുടങ്ങി. പക്ഷെ അന്നൊന്നും എനിക്ക് തിരിച്ചെന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. അതെല്ലാം എൻ്റെ മമ്മ ഓർത്തിട്ടാ, അല്ല നമ്മുടെ അമ്മ ഓർത്തിട്ടാ. ഇപ്പോൾ ഹീസ് പ്രവോക്കിങ് മീ. എൻ്റെ ലിമിറ്റ് ക്രോസ് ചെയ്യാനുള്ള എല്ലാ കാരണങ്ങളും പുള്ളിക്കാരൻ ഉണ്ടാക്കി വെച്ചേക്കുക. എനിക്കങ്ങനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. പക്ഷെ ഞാൻ അത് ചെയ്യാത്തതൊക്കെ എൻ്റെ അമ്മയുടെ മുഖമുള്ളതുകൊണ്ടാണ്. പക്ഷെ ഇനി എൻ്റെ കയ്യിൽ നിന്ന് ഒരു ദാക്ഷിണ്യം പോലും അങ്ങേര് പ്രതീക്ഷിക്കണ്ട. ചെയ്തു ഞാൻ രണ്ടും കൽപ്പിച്ച നിനക്ക് നന്നായിട്ടറിയാം. നിന്നെ വിഷമിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പം പറഞ്ഞ കാര്യം നീ എന്നോട് പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇത് ചെയ്യണ്ട, ബെറ്റ് പിൻവലിക്കാനല്ലേ. ഇത് അയാളായിട്ട് ഇറക്കി വെച്ചതാ. ഇതിന് ഞാനായിട്ട് അവസാനിപ്പിക്കത്തുള്ളൂ, അല്ലാതെ അയാൾക്കിത് അവസാനിപ്പിക്കാനായിട്ടൊരു അവസരം ഞാൻ കൊടുക്കത്തില്ല. അയാൾ പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാന്നല്ലേ പറഞ്ഞേ. എനിക്ക് കാണണം. ഇന്ന് 12 മണിക്ക് ശേഷം അയാൾ പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ അയാൾ തീരും. നീ കണ്ടോ? ഞാനുണ്ട് നിൻ്റെ കൂടെ. എനിക്കറിയാം ഇതോടുകൂടി അയാൾ അടങ്ങുവാണെങ്കിൽ അങ്ങ് അടങ്ങട്ടെ. പക്ഷേ നിനക്ക് തോന്നുന്നുണ്ടോ അയാൾ ത്രിലോകിനെ ഇങ്ങോട്ട് വിടുമെന്ന്? അതിനയാൾ രണ്ടും കൂടെ ജനിക്കണം. അങ്ങേർക്ക് കൂർമ്മ ബുദ്ധിയെ ചെയ്തു, നിനക്കറിയില്ല. ഇപ്പം തന്നെ നീ കണ്ടില്ലേ, ഈ പ്ലാന് കിട്ടാൻ വേണ്ടി മാത്രമാണ് അയാൾ സണ്ണി വിലക്കെടുത്തതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. എന്നെ അപ്പയും തോപ്പിക്കാനും കൂടെ. അതുപോലെ അയാൾ തല വെച്ച് ചിന്തിക്കത്തുള്ളൂ. ത്രിലോകിന് എന്തായാലും അയാൾ വിടത്തില്ല. പിന്നെ ഉള്ളത് നാട്ടുകാർ പറയുന്ന വെച്ച് മാത്രം അറിവുള്ള അയാൾ കൊഞ്ചിച്ച് വളർത്തിയ അങ്ങേരുടെ ഇളയ മകൻ. അവനെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൂർണ്ണിമ ആൻറ്റി എന്നെ എന്തായാലും സമ്മതിക്കാൻ പോകുന്നില്ല. അതിന്നലത്തെ അപ്പയുടെ സംസാരം കേട്ടപ്പോഴേ എനിക്ക് തോന്നി ആൻറ്റി ഇങ്ങോട്ട് വിടാനേ പോകുന്നില്ല. അപ്പം അയാൾ എന്ത് ചെയ്യും? തോക്കും. ഇനി കോമ്പറ്റീഷൻ കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഞാൻ അപ്പയ്ക്ക് വേണ്ടി ഒരു ഫേവർ ചെയ്യാം. കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ റിങ്ങിൽ നിന്ന് ഇറങ്ങി വരാം. നീ കണ്ടോ, അയാൾ അഭിമാനം അയാളെ മിണ്ടാതിരിക്കാൻ സമ്മതിക്കത്തില്ല. അയാൾ പിറകേന്ന് വന്ന് എന്നെ വിളിക്കും, വന്ന് വിളിക്കും. അതാണ് അയാൾ. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നതായിരിക്കത്തില്ല അയാൾ ചെയ്യുന്നത്. ചിലപ്പോൾ അയാൾ തന്നെ അയാളുടെ ഏതെങ്കിലും ഒരു മോനെ ഈ വീട്ടുമുറ്റത്ത് കൊണ്ടാക്കിയിട്ട് പോകും. അയാൾക്കെതിരെ നിൽക്കുമ്പോൾ അയാളെപ്പോലെ തന്നെ ചിന്തിക്കണം. മനസ്സിലായോ നിനക്ക്? ഞാൻ പറഞ്ഞു വന്നത്, ത്രിലോകിനെയാണ് അയാൾ ഇങ്ങോട്ട് വിടുന്നതെങ്കിൽ ആരും ഈ വീട്ടിലോട്ട് വരും ത്രിലോകിനെ കാണാനാന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ അയാൾ തോക്കും. അതുകൊണ്ട് ഒരിക്കലും അയാൾ ത്രിലോകിനെ വിടില്ല. ഇനി എങ്ങാനും അയാളൊരു മകനെ വിടുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അയാളുടെ ഇളയ സന്തതിയായിരിക്കും. എനിക്കും അത് തന്നെ വേണ്ടത്. തന്തയ്ക്ക് കൊടുക്കാനുള്ളതെല്ലാം കൂടി മോന് ഞാൻ പോൾസിലായിട്ട് കൊടുക്കും. പോരട്ടെ. എനിക്ക് തോന്നുന്നില്ലടാ ആ ചെറുക്കൻ വരുമെന്ന് തോന്നുന്നില്ല. ഈ തന്ത കാണിക്കുന്ന ചെറ്റത്തരത്തിനൊക്കെ പിള്ളേരെന്ത് ചെയ്തിട്ടാ? അതുമാത്രമല്ലാണ്ട് അവൻ ഈ ലണ്ടനിലൊക്കെ വളർന്നതാ. അതിൻ്റേതായ ചിട്ടാവട്ടങ്ങളൊക്കെ കാണും. ഇക്കാര്യവും പറഞ്ഞുകൊണ്ട് വിഷ്ണുദാസ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ചെറുക്കൻ കണ്ണും പൂട്ടി പറയും അച്ഛൻ്റെ പണി നോക്കുന്നു. അത് ഉറപ്പാണ്. അതുകൊണ്ട് അവൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി ആയിരിക്കാം. വരുന്നതും വരാത്തതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ നിനക്ക് പറഞ്ഞ ഒരു കാര്യം ഞാൻ പാലിക്കും. ബോക്സിങ് കഴിഞ്ഞ് ഞാൻ ജയിച്ചാലും തോറ്റാലും റിങ്ങിൽ നിന്നിറങ്ങി മിണ്ടാതെ ഞാനിങ്ങനെ നടന്നു വരും. അയാൾ എന്നെ പിറകേന്ന് വിളിച്ചാൽ, അല്ലെങ്കിൽ അയാൾ എന്നെ അവിടെ പിടിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ കൊടുക്കും. ആ ഒരു ദിവസത്തിനകത്ത് അയാളുടെ ഒരു മകൻ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ഈ ഇഗാഷായിരിക്കും അവിടെ ചെന്ന് മോനെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നത്. അതിനൊരു മാറ്റവും ഇല്ലടാ.
അയാളുടെ അഹങ്കാരം മാത്രമല്ല, അയാൾ ഇനി ഒരിക്കലും അയാളുടെ പിഴച്ചാണ്ട് ഒന്നും പറയാൻ പാടില്ല, എന്നെയോ എൻ്റെ അപ്പായോ. അതിനുള്ളതൊക്കെ എല്ലാം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നീ പ്രശാവ് 10 മണിയാകുമ്പോൾ നമുക്ക് അക്കാഡമിയിലെത്തണം. ഇന്ന് 12 മണി കഴിയാതെ എനിക്ക് സമാധാനമില്ല. ബാക്കിയൊക്കെ പിന്നെ. എന്നതാ പപ്പ വിളിച്ചേ? എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണോ? ആ കുറച്ച് അത്യാവശ്യം. ആ രണ്ടുപേരും വന്നല്ലോ. തൃശ്ശൂരിലെ മോനെ ഇത് മോൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റാ. അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓഫീസിൽ ഇരുന്നപ്പോഴാണ് വിളിച്ചത്. പെട്ടെന്ന് തന്നെ മോനൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. അത് പ്രൈവറ്റ് ഫ്ലൈറ്റിൻ്റെ തന്നെയാണ്. അധികം ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. അധികമൊന്നുമില്ല. നല്ല കൂടിയ ടിക്കറ്റ് തന്നെയാണ്. VIP യാണ്. ഇനി 2 മണിക്കൂറും കൂടെ ഉള്ളൂ. മോൻ എന്തെങ്കിലും പാക്ക് ചെയ്യണമെങ്കിൽ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യും. അവിടെ ചെന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്നാണ് പറഞ്ഞത്. കമ്പനിയുടെ എന്തോ ആവശ്യമായിട്ട് സൈനൊക്കെ ചെയ്യാനെന്നാണ് പറഞ്ഞത്. വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. മോൻ എന്തായാലും പെട്ടെന്ന് ചെന്നാ പാക്ക് ചെയ്യാൻ നോക്ക്. 2 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ എയർപോർട്ടിൽ കൊണ്ടുവിടാം. അല്ല, അതെന്നത് പെട്ടെന്ന്? അവൻ എന്നെ വിളിച്ചില്ലല്ലോ. അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് അവൻ എന്നെയല്ലേ ഫസ്റ്റ് വിളിക്കുന്നേ? നിന്നെ വിളിക്കാതിരുന്നേന്നല്ല, വിളിച്ചൂന്ന്. നിന്നെ വിളിച്ചാൽ അതിന് എപ്പോഴാണ് കിട്ടുന്നേ? അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴാണല്ലോ അവൻ എന്നെ വിളിക്കുന്നത്. ഏതായാലും മോളെ അവനെ ചെന്ന് ഹെൽപ്പ് ചെയ്യും. ചില്ല, ഇതെന്നാ പെട്ടെന്നൊന്നും എനിക്ക് മനസ്സിലാവാത്ത. ചെറുക്കൻ തന്നെ നിന്ന് അന്താളിച്ച് നിൽക്കുന്നു. അല്ല, നിന്റെ കൂട്ടുകാരന് ഇടയ്ക്കിടയ്ക്ക് തലയ്ക്ക് വല്ല ലൂസും സ്ക്രൂ ഊരി വീഴുന്നുണ്ടോ തറയിൽ വല്ലതും? പൂർണ്ണിമ വിളിക്കുമ്പോൾ അവളോട് പറയണം നന്നായിട്ട് തിരിക്കി കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ മുന്നേ വിളിച്ച് പറഞ്ഞൂടെ? എങ്ങനെയെങ്കിലും ആ ടിക്കറ്റ് ഒപ്പിച്ചത്. നിങ്ങളൊന്നും മിണ്ടായിരുന്ന മനുഷ്യ. അല്ലേ മനുഷ്യയുടെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ്. എന്നാൽ എന്നാത്തിനായിരിക്കും? ഇന്നേ വരെ ഒരു പേപ്പർ സൈൻ ചെയ്യാനായിട്ട് കൊച്ചിനെ വിളിച്ചിട്ടില്ലല്ലോ. അവ ഇവിടെ വന്നിട്ടും 3 കൊല്ലമായില്ലേ. എൻ്റെ ദൈവമേ, എന്തിനായിരിക്കും? ഒന്നുമില്ലാതെ അവൻ കൊച്ചിനെ വിളിച്ച് വരത്തത്തില്ല. അവന് തലയ്ക്ക് ഭ്രാന്ത മനുഷ്യ. ഇനി ചെറുക്കൻ്റെ കല്യാണം വല്ല ഉറപ്പിച്ചോന്തോ? അത് കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അറിയത്തുള്ളൂ. സൈക്കോ. ദൈവം തമ്പുരാനറിയാം ആ ഭ്രാന്തൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്ന്. ദൈവമേ, അവന് നല്ല ബുദ്ധി മാത്രം തോന്നിപ്പിക്കണേ. നല്ല ബുദ്ധി നിന്റെ അല്ലേ ഫ്രണ്ട്? അത് ഈ ആണ്ടിലെ അമാവാസിയിലൊന്നും തോന്നത്തില്ല. പിന്നെ അവൻ്റെ സംസാരം കേട്ടാൽ അറിയാം എന്തോ കാര്യം സാധിക്കാൻ തന്നെ മോനെ വിളിച്ചു വരുത്തുന്നതെന്ന്. പിന്നെ നീ പറഞ്ഞതുപോലെ അതൊരു സൈനിന് വേണ്ടിയാണെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. ചെറുതനം കൂടി ചെല്ലട്ടെ. അത് കഴിഞ്ഞ് നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് ചോദിക്കാമല്ലോ. അല്ലെങ്കിൽ ശ്രീനെ വിളിക്കുമല്ലോ, അന്നേരം അറിയാം എന്താ ഏതാന്നൊക്കെ. ഏതായാലും നീ പറഞ്ഞ പോലെ ചെറുക്കനെ പിടിച്ച് കെട്ടിക്കാനാവാതിരുന്നാൽ മതിയായിരുന്നു. അല്ല, അവൻ്റെ ആണേ സ്വഭാവം. അതൊന്നും താങ്ങാനുള്ള ശേഷി പോലും ആ ചെറുക്കനില്ല. എന്തായാലും ഞാൻ പോയി ഒന്ന് ഫ്രഷപ്പായിട്ട് വരാം. അവനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ടാണ് എനിക്കൊന്ന് കിടന്ന് ഉറങ്ങാനുള്ളത്. എടി, നീ ഇതൊക്കെ ഇങ്ങനെ വാരിപ്പറക്കി വയ്ക്കുമ്പോൾ ഞാൻ പറയുന്നോട് ഇത് കേക്ക്. എനിക്ക് ടെൻഷനാവുക. എന്നാൽ എന്തിനായിരിക്കും? ഉറപ്പാ ഒരു പേപ്പറിൽ സൈൻ ചെയ്യാനാണെങ്കിൽ എത്ര പ്രാവശ്യം എന്നെ വിളിക്കണം? അതിനൊന്നുമല്ല. എനിക്ക് നല്ല ടെൻഷനാവുന്നുണ്ടേ. ഞാനിന്നലെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയതിന് വേറെ വല്ല രീതിയിലാകണം അച്ഛൻ്റെ ചെവിയിൽ എത്തിക്കാണോ? എനിക്ക് നല്ല ടെൻഷനാവുന്നുണ്ട്. ശ്രീ, എടി നീയും കൂടെ വാ എൻ്റെ ഒരു ധൈര്യത്തിന്. ഞാൻ ഒറ്റയ്ക്ക് പോയി വല്ലതും പറ്റിക്കഴിഞ്ഞാൽ എന്നൊന്ന് താങ്ങി പിടിക്കാൻ പോലും ആരും കാണത്തില്ല. ഏട്ടനാണെങ്കിൽ എപ്പോഴും ആരും ഒളിയൻ്റെ പിറകെയാ. എടി, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അച്ഛൻ്റെ മനസ്സിൽ എന്താണെന്ന് ആർക്കും പിടികിട്ടത്തില്ല, അമ്മയ്ക്ക് പോലും. അന്നേരം അച്ഛൻ ഇപ്പം എന്തിനായിരിക്കും ഇത്ര പെട്ടെന്ന്, അതും ബിസിനസ് ക്ലാസ്സിൽ ടിക്കറ്റ് എടുത്ത് VIP സീറ്റും ബുക്ക് ചെയ്തിട്ട് എന്നെ വിളിച്ചു വരുത്തുന്നത്? നീ എന്നൊന്ന് ആലോചിച്ച് നോക്ക്. എന്തോ ഒരു പന്തികേടില്ലേ? പന്തികേടൊക്കെ ഉണ്ട്, പക്ഷേ കൊന്നളയാൻ പറ്റത്തില്ലല്ലോ. നിന്റെ തന്തയായിപ്പോയില്ലേ. പിന്നെ ഞാൻ വരുന്ന കാര്യം അത് മോൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. എൻ്റെ പൊന്നു മോനെ, എനിക്ക് വേറെ ഒരുപാട് പ്ലാനുള്ളത് ഈ വെക്കേഷന് കേട്ടോ. അതുകൊണ്ട് ഞാൻ വരുമെന്ന് നീ കുടിച്ച വെള്ളത്തിൽ വിചാരിക്കണ്ട. ഒറ്റയ്ക്ക് പോയങ്ങ് നേരിട്ടാൽ മതി വിഷ്ണുദാസത്തിൻ്റെ താണ്ഡവം കേട്ടോ.
ആ പാമ്പിൻ്റെ മണ്ടയിൽ നിന്ന് ഡാൻസ് കളിക്കും പോലെ അല്ലല്ലോ നിന്റെ തന്തയുടെ ശരിക്കുള്ള താണ്ഡവം. ഞാൻ കണ്ടിട്ടുള്ളതാ. എനിക്ക് പയ്യ വിഷ്ണു അങ്കിളിൻ്റെ കോപ്രായങ്ങൾ കാണാനായിട്ട്. നീ പറഞ്ഞ പോലെ ഏതായാലും നിസ്സാര കാര്യത്തിനായിരിക്കത്തില്ല നിന്നെ വിളിച്ച് വരുത്തുന്നത്. ഒരു സൈൻ ഇടാനാണെങ്കിൽ പറഞ്ഞ് നീ പറഞ്ഞ പോലെ 10,000 പ്രാവശ്യം വിളിക്കണം. ഇതേതായാലും അതിനല്ലെന്ന് ഉറപ്പാ. പിന്നെ ഇനി എന്താ, പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. പോയില്ല വച്ചാ നിന്റെ അച്ഛനല്ലേ ആള് ഇങ്ങോട്ട് വന്ന് തൂക്കിയെടുത്തോണ്ട് പോകും. അതുകൊണ്ട് പൊന്നുമോൻ അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അത് നീ പറഞ്ഞ ശരിയാ. ഞാനെങ്ങാനും പോയില്ലെങ്കിൽ ബിസിനസ് ക്ലാസ്സും VIP ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റണ അച്ഛനാണോ എന്നെ ഇവിടെ വന്ന് പൊക്കിയെടുത്തോണ്ട് പോകാൻ പാടും. ശരിയാ, എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ അതെന്തെന്നാ മനസ്സിലാവാത്ത. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. നീ ആ കബോർഡിൽ ഇരിക്കുന്ന ഡ്രസ്സും കൂടെ എടുത്ത് വയ്ക്കുക. ടെൻഷൻ വന്നാൽ അപ്പോൾ കുളിക്കണം, അല്ലെങ്കിൽ തിന്നണം. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. നീ ആൻറ്റിയോട് വല്ല ഫുഡും കൂടെ എടുത്ത് വയ്ക്കാൻ പറ. ഇനി അവിടെ എത്തുന്നവരെ തിന്ന് ഞാൻ മുടിയുമല്ലോ ദൈവമേ, ടെൻഷൻ അടിച്ച്.